എന്താ പടത്തിന്റെ പേര്? മേശാൻ കസേര? അയ്യോ, മേശാൻ കസേരയല്ല. അയ്യോ, എല്ലാ പരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ ഭയഭക്തി ബഹുമാനം ആയിരുന്ന ബഹുമാനം കൂടെ കളയാനായിട്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഓരോ തൊലിഞ്ഞ കഥയൊക്കെ കണ്ടുപിടിച്ച് അതെത്രമാത്രം വൃത്തികേടാക്കാം. സത്യം സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. അപ്പാവൻ കളി തുടങ്ങി. 2-2.5 മണിക്കൂർ മനുഷ്യനെ ഇരുത്തി കൊല ചെയ്യുന്ന. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? 2025 ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പരാതം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഒരുമാതിരി മറ്റൊരിടത്ത് വർത്താനം പറയരുത്. അവനൊന്നും ശരിയാകത്തില്ല. മോഹൻലാലൊക്കെ എന്തുവാ കാണിക്കുന്നേ? എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. നനെ മുണ്ട് മടക്കി കുത്താം. അത് കാണുമ്പോ പേട്ടന് രോമ പൊങ്ങുന്നു. രോമ എന്നേക്കുന്നത് ഒരു മാറ്റമില്ലല്ലോ ഇവര്. ഈ സിനിമയുടെ കഥ എഴുതിയവന്റെ തൊട്ട് ഞാൻ വണങ്ങും. അയ്യോ, ഇത് മോശാവില്ലേ? മോശമാകണമല്ലോ. അരിഞ്ഞാട്ടം വയ്യാത്ത ഗോകുലം ഗോപാൽ എന്നൊക്കെ ഈ പാട്ടിനകത്ത് അഭിനയിക്കുന്നുണ്ട്. വെളുപ്പിന് 5 മണിക്കൂർ മേക്കപ്പാ. എന്ത് പണിയാണോ കാണിച്ചത്? നീ ചോദിച്ചു വാങ്ങിച്ചല്ലേ? ബെസ്റ്റ് തുടക്കം. ദിലീപിന് വേണ്ടിയിട്ട് ദിലീപ് എഴുതിയ ഒരു സിനിമയാണ്. പക്ഷെ ദിലീപ് മാത്രം അഭിനയിച്ചായിരുന്നെങ്കിൽ വലിച്ചു പോകുന്ന ദിലീപിന് അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോഴത്തെ ഒരു ആവേശത്തിൽ ഞാൻ ഏറ്റുപോയല്ല. സത്യത്തിൽ എനിക്ക് പേടിയാ. ഈ പറഞ്ഞ ലാലേട്ടനെ കൂടി ഇതിനകത്ത് ഇറക്കിയത് ഇപ്പൊ രണ്ടുപേരോട് ഒരുമിച്ച് വലിച്ചല്ലേ. പാട്ട്, ഡാൻസ്, കൂത്ത് എനിക്ക് അപ്പോഴേ തോന്നി. സിനിമ ആരംഭിക്കുമ്പോഴും ദളപതി ബോയ്സ് ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ. നമ്മളിവരുണ്ട ഫ്രീ. അണ്ണനെ കുറിച്ച് ആരാണ് അണ്ണൻ? അത് നമ്മുടെ ദിലീപ് ചെയ്ത ക്യാരക്ടർ. അണ്ണൻ എങ്ങനെയാണ്, അണ്ണൻ എങ്ങനെയാണ്? എന്നെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയണം. വലിയ കോടീശ്വരനാണെന്ന് പറയണം. എന്ത് കോമഡിയാണ് ഇത്? ഇങ്ങനെ കോമഡിയാണോ ട്രാജഡിയാണോ എന്താണോ വരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കൈവതം സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോന നശിപ്പിച്ച്, അദ്ദേഹത്തിന്റെ സിനിമയുടെ മിസ്റ്റർ ബട്ടറിലെ ഗോപാല എന്നുള്ള പാട്ട് നശിപ്പിച്ച്, താങ്കണക്ക നശിപ്പിച്ച്, മലയാളത്തിലെ പാട്ടുകൾ നശിപ്പിക്കുന്ന പോരാഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ഗില്ലിയിലെ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ലാലേട്ടന്റെ കഥാപാത്രം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കോമാളി, വേഴ്സ്റ്റ് കാമിയോ എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹിസ് കരിയർ. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. എന്റെ പൊന്നോ വേണ്ട. ഒരു കാട്ടിലുള്ള ഒരു സീനൊക്കെ ഉണ്ട്. എന്റെ പൊന്നോ, കാട്ടിൽ കാട്ടവരാതം ലാലേട്ടന്റെ കഥ. ലാലേട്ടനെ തരുന്നോടത്ത് നന്നായ മതി. കാത്തിരിക്കുന്ന സാധനം അതായിരുന്നു. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ലാലേട്ടൻ വന്നു കഴിഞ്ഞിട്ട് കാണിച്ച കാട്ടിക്കൂട്ടലുകൾ എനിക്കും തോന്നിയത്. പോയി കരിയറിൽ ലാലേട്ടൻ മുണ്ടെടുത്തിട്ട് ഈ ഇത്ര അപരാധിച്ച ലുക്കിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാനെന്താ ചെണ്ടേ ഒരു ഭാഗത്ത് മോഹൻലാലൊക്കെ എന്തുവാ കാണിക്കുന്നേ? മറ്റൊരുത്ത അരുൺ സാറ്. ലാലേട്ടന്റെ കഥാപാത്രം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കോമാളി. ഓ, എന്നെ കൊല്ലടി കൊല്ല്. എന്തുവാ കണ്ടത്? എന്തിനാ പോയി കണ്ടത്? ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ. ഇനി ആർക്കും പരാതിയില്ലല്ലോ.